സോ ഇസ് പ്രീമിയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ബാക്കിൽ എങ്ങനെ ടെക്സ്റ്റ് കൊണ്ടുവരാന്നുള്ളത് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡേ 9 ഓഫ് 15 ഡേയ്സ് വീഡിയോ എഡിറ്റിംഗ് ചലഞ്ച്. അതിനായിട്ട് പ്രീമിയർ പ്രോയിൽ ആ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരേണ്ട ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് രണ്ടാമത് ഹാൾട്ട് ട്രാക്ക് ചെയ്തിട്ട് ടൈം ലൈനിൽ കോപ്പി എടുത്ത് വെക്കാം. എന്നിട്ട് ഒബ്ജക്റ്റ് മാസ്ക് റൂൾ എടുത്തിട്ട് ഒബ്ജക്റ്റ് മാസ്ക് ചെയ്യുക, എന്നിട്ട് അതിനെ ട്രാക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ക്ലിപ്പിലാണ് ട്രാക്ക്, നമ്മൾ കോപ്പി ചെയ്ത ക്ലിപ്പാണ് ഒബ്ജക്റ്റ് മാസ്ക് ചെയ്യണം, എന്നിട്ട് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ടു ഒപ്പാസിറ്റി മാസ്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മളെ ഒറിജിനൽ അടിയത്തെ ക്ലിപ്പ് ഉണ്ടാവും, ആ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ആ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കാര്യം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ രണ്ട് ലെയറിൻ്റെ നടുവിലായിട്ട്, ഈ രണ്ട് ക്ലിപ്പിൻ്റെ നടുവിലായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ട് ടെക്സ്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ കളറും കാര്യങ്ങളും ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കൂടുതൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ.